ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിശാൽ പറയുകയാണ്, റിയയ്ക്ക് വേണമെങ്കിൽ എൻ്റെ കാർ തരായിരുന്നല്ലോ, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിടുമായിരുന്നല്ലോ. ഷോ, നല്ലൊരു ട്രിപ്പ് മിസ്സായി പോയല്ലോ. കുഴപ്പമില്ല ബ്രോ, അടുത്ത പ്രാവശ്യം ഞാൻ എന്താണെങ്കിലും പറയാമെന്ന് റിയ പറയുമ്പോൾ പാറു വിശാലിനോട് മുകളിലേക്ക് വരാനായി ആംഗ്യം കാണിക്കുന്നു. ആ, റിയ എന്നാ ഇവിടെ ഇരിക്ക്, എന്റെ ഫോൺ മുറിയിലായിപ്പോയി, ഞാൻ പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞ് വിശാല് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിനയെയും പ്രഭാവതിയെയുമാണ്. ആചാര്യ വക്കീലിന്റെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും ആ ഡയറി ഞാൻ അടിച്ചു മാറ്റിയിരിക്കുമെന്ന് വിനയ് പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നീ അതിന് എന്താ ചെയ്യാൻ പോകുന്നത്? അയാളെ തല്ലി കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ ഡയറിയും കൊണ്ടുവരുമെന്ന് വിനയ് പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതൊന്നും വേണ്ട, ആ ഡയറി എങ്ങനെയെങ്കിലും വിശാലിന്റെ കയ്യിലെത്തണം, അതിനുള്ള എന്തെങ്കിലും തന്ത്രമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും ഗാർഗിയെയും പാറുവിനെയുമാണ്. അവർക്ക് റിയയുടെ ഫോണിന്റെ ലോക്ക് അഴിക്കാൻ സാധിക്കുന്നില്ല. ഈ ലോക്ക് എങ്ങനെ അഴിക്കാനാണെന്ന് വിശാലും ഗാർഗിയും ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അതിന് വഴിയുണ്ട്. അവൾക്ക് എന്താണെങ്കിലും വിശാൽ സാറിനോട് കീഴടങ്ങാത്ത ഒരു അധിനിവേശമുണ്ട്. അത്രയും പറഞ്ഞിട്ട് തന്റെ ഐഡിയ വിശാലിനോട് പറയുകയാണ് പാറു. ഐഡിയ എന്താണെങ്കിലും സൂപ്പറായിട്ടുണ്ടെന്ന് വിശാലും ഗാർഗിയും പറയുന്നു. എന്നാലേ വിശാൽ സാർ താഴേക്ക് ചെല്ല്, ഞങ്ങൾ പുറകെ വരാമെന്ന് പാറു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അംബികയാണ്. ജോത്സ്യൻ ജാതകം നോക്കിയതിനു ശേഷം പറയുകയാണ്, ശാസ്ത്രികള് മുഹൂർത്തം നോക്കാത്തതിന് പിന്നില് ഒരു വലിയ കാരണം തന്നെയുണ്ട്. നിങ്ങളുടെ ഇളയ മകൾ പല്ലവി ഗർഭിണിയായാൽ അത് നിങ്ങളുടെ മൂത്ത മകളുടെ ജീവനെ ബാധിക്കും. പല്ലവിക്ക് ജനിക്കുന്ന കുട്ടി പാർവതിയുടെ യമനായിരിക്കുമെന്ന് ജോത്സ്യൻ പറയുമ്പോൾ അംബിക കരഞ്ഞുകൊണ്ട് പറയുകയാണ്, തിരുമേനി, ഇതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? എന്റെ മൂത്ത മകളുടെ ജീവന് ആപത്തൊന്നും വരരുത്. കൂടാതെ എന്റെ ഇളയ മകൾ അമ്മയാവുകയും വേണം. ഇതിനിപ്പോ എന്താ ചെയ്യുക? ഈ പ്രശ്നത്തിന് പരിഹാരം വിധിക്കാൻ എന്നെക്കാൾ കേമൻ ശാസ്ത്രികൾ തന്നെയാണെന്ന് ആ തിരുമേനി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയാണ്. തന്റെ ഫോണിന് വേണ്ടി തിരയുകയാണ് റിയ. തുടർന്ന് ടെൻഷനോടെ റിയ ഹാളിലേക്ക് വരുമ്പോൾ അങ്ങോട്ടേക്ക് വിശാൽ ചെല്ലുകയാണ്. എന്താ റിയ, ഒരു ടെൻഷൻ പോലെ? അത് പിന്നെ ബ്രോ, എന്റെ ഫോൺ കാണുന്നില്ല. അത് ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് ഒരുമിച്ച് നോക്കാം. ആദ്യം റിയ ഇവിടെ ഇരുന്ന് കൂളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് പുറത്തു പോയി ഫോൺ തിരഞ്ഞാലോ? പോകുന്ന വഴിക്ക് ഒരു കോഫിയും കുടിക്കാം. അതിനെന്താ, ഞാൻ റെഡിയെന്ന് റിയ പറയുമ്പോൾ അങ്ങോട്ടേക്ക് കോഫിയുമായിട്ട് വരികയാണ് പാറു. കോഫി കുടിക്കാനായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, ദേ കോഫിയുമായിട്ട് ഞാൻ വന്നല്ലോ. ഇത് കാണുന്ന റിയ മനസ്സിൽ പറയുകയാണ്, നാശത്തിന് വരാൻ കണ്ട നേരം. അങ്ങനെ റിയ വിശാലിന് കോഫി കൊടുത്ത് റിയയും കോഫി കുടിക്കുമ്പോൾ ആ ട്രേയിലുള്ള ഒരു ഹോളിൽ കൂടി റിയയുടെ ഫേസ് ലോക്ക് വെച്ച് ഫോണിലെ ലോക്ക് മാറ്റുകയാണ് പാർവതി. തുടർന്ന് പാറു മുകളിലേക്ക് ചെന്ന് ഗാർഗിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. ഗാർഗി, ഇതിൽ റിയ കൂടുതലായി വിളിച്ചിട്ടുള്ള നമ്പര് നീ ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. അങ്ങനെ ഗാർഗി നമ്പർ എടുത്തതിന് ശേഷം പാറു പറയുകയാണ്, എന്താണെങ്കിലും നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലോ, ഇനി ഈ ഫോൺ തിരികെ നമുക്ക് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് റിയയുടെ ബാഗിലേക്ക് തന്നെ പാറു ഫോൺ കൊണ്ടുവെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് വരുന്ന റിയയെയാണ്. പെട്ടെന്ന് ഫോണിലെ മെസ്സേജിന്റെ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേൾക്കുമ്പോൾ റിയ പെട്ടെന്ന് തന്നെ ബാഗിലേക്ക് നോക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ ബാഗിൽ ഫോൺ ഇല്ലായിരുന്നല്ലോ. അപ്പോ ആരോ എൻ്റെ ഫോൺ എടുത്ത് ഇപ്പോ തിരികെ ബാഗിൽ കൊണ്ടുവച്ചതാ. ആരായിരിക്കും അത് എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് റിയ. പിന്നീട് കാണിക്കുന്നത് വിപിനെയാണ്. അലമാരയുടെ മുകളിലുള്ള ലാപ്ടോപ്പ് ബാഗ് തിരയുകയാണ് പല്ലവി. വിപിൻ സാറേ, എനിക്കിത് എടുക്കാൻ സാധിക്കുന്നില്ല, സാറൊന്ന് എടുത്തു തരാമോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ വിപിനും ശ്രമിക്കുന്നുണ്ടെങ്കിലും വിപിന് അതെടുക്കാൻ സാധിക്കുന്നില്ല. നീ ഇവിടെ നിൽക്ക് പല്ലവി, ഞാൻ പോയി ഒരു സ്റ്റൂൾ എടുത്തിട്ട് വരാം. എന്റെ വിപിൻ സാറേ, അത്രയും നേരം നിൽക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. വിപിൻ സാറ് എന്നെ എടുത്ത് പൊക്കിയാൽ മതി, ഞാൻ ബാഗ് എടുത്തോളാം. അങ്ങനെ വിപിൻ പല്ലവി എടുത്ത് പൊക്കുകയാണ്. കുറെ നേരമായിട്ടും പല്ലവി ബാഗ് എടുക്കാത്തത് കാണുമ്പോൾ വിപിന് പല്ലവി തന്നെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. തുടർന്ന് പല്ലവിയെ കട്ടിലേക്ക് ഇട്ടിട്ട് വിപിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എത്ര നാള് സാർ ഇങ്ങനെ ഒളിച്ചു നടക്കും? അമ്മേ, ശാന്തി മുഹൂർത്തത്തിന് ഡേറ്റ് എടുക്കാൻ പോയിരിക്കുകയാ എന്നൊക്കെ പല്ലവി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അംബികയാണ്. അംബിക വീട്ടിലേക്ക് വരുമ്പോ മുത്തശ്ശൻ പറയുകയാണ്, നീ വേറെ തിരുമേനിയെ കാണാൻ പോയില്ലേ? അതെ അച്ഛാ, ഇതിനെന്താ ഒരു പരിഹാരമുള്ളതെന്ന് അംബിക ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇത് നമുക്ക് പാരമ്പര്യമായി വരുന്ന ദോഷമാ മോളെ, ഇതങ്ങനെ അത്ര പെട്ടെന്നൊന്നും പരിഹാരം കാണാൻ സാധിക്കില്ല. പിന്നെ പല്ലവിയും അവളുടെ ഭർത്താവുമായിട്ട് 4 പഞ്ചമികളിൽ സംഗമിക്കാൻ പാടില്ല. പകരം അവര് പരിഹാര പൂജ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ദോഷത്തിൽ നിന്നും ഒഴിവാകാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നീ തന്നെ ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പിന്നീട് കാണിക്കുന്നത് ഗാർഗി വിശാലിന് ആ നമ്പർ നൽകുന്നതാണ്.
ആ നമ്പർ തന്റെ ഫോണിൽ ഡയൽ ചെയ്തതിനു ശേഷം ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാൽ. എന്താ സാർ, എന്തു പറ്റിയെന്ന് പാറു ചോദിക്കുമ്പോ വിശാൽ പറയുകയാണ്, ഇത് ജാസ്മിന്റെ ചേട്ടൻ ജിതിന്റെ നമ്പറാണ്. അങ്ങനെ റിയ ജിതിന്റെ ആളാണെന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.